മനസ്സിലായില്ലല്ലോ. എന്റെ പേര് രാജേന്ദ്രൻ. കൊട്ടാരത്തിലെ കൊലക്കേസിനെ പറ്റി അന്വേഷിക്കാൻ വന്ന ഒരു രഹസ്യ പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഞാൻ കുറുപ്പ്, ഇവിടുത്തെ കാര്യസ്ഥനാ. എനിക്ക് ഗായത്രി തമ്പുരാട്ടിയെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. അതിനെന്താ, ഞാനൊന്ന് അനുവാദം ചോദിച്ചോട്ടെ. ശരി. തമ്പുരാട്ടി, എന്താ കുറുപ്പ്? ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തമ്പുരാട്ടിയെ കാണാൻ വന്നിരിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥൻ? അതെ. എന്തിന്? എന്തെങ്കിലും വിവരങ്ങൾ ചോദിച്ചറിയാനായിരിക്കാം. വേണ്ട, എനിക്ക് ഈ വക ആൾക്കാരെ കാണണ്ട. എന്നെ കണ്ടിട്ട് പോയ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ അനുഭവം ഇന്നും മനസ്സിൽ നിന്നും മാഞ്ഞിട്ടില്ല. എന്നാലും വയ്യ. കുറുപ്പ് തന്നെ അദ്ദേഹത്തോട് സംസാരിക്കൂ. അറിവുള്ള വിവരങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കൂ. ദേവിയെ തന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കൂ. ക്ഷമിക്കണം, തമ്പുരാട്ടിക്ക് ഇപ്പോ കാണാൻ അസൗകര്യമാണെന്ന് പറഞ്ഞു. അതെ, കൊട്ടാരത്തിൽ നടന്ന സംഭവങ്ങൾ അവരെ ആകെ അസ്വസ്ഥയാക്കിയിരിക്കുകയാണ്. ഒരന്യനെ കാണണമെന്ന് പറഞ്ഞപ്പോ അവരാകെ വിഷമിച്ചു പോയി. എങ്കിൽ ഞാനിപ്പോ അവരെ ഉപദ്രവിക്കുന്നില്ല. നിത്യദുഃഖമായി കഴിയുന്ന ഒരു നല്ല സ്ത്രീയാണ് അവരെന്ന് കേട്ടു. അതുകൊണ്ട് ഒന്ന് കാണണമെന്ന് തോന്നി വന്നതാണല്ലോ. ഏതായാലും തമ്മിൽ പരിചയമില്ലെങ്കിലും എന്റെ സ്നേഹാന്വേഷണങ്ങൾ അവരെ അറിയിച്ചേക്ക് വരട്ടെ. കുറുപ്പേ, ഇങ്ങോട്ട് വരാൻ പറയൂ. കൊട്ടാരത്തിൽ നടക്കുന്ന കാര്യങ്ങളുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഞാൻ അതിനകത്ത് കാലുകുത്തിയിട്ട് വർഷങ്ങളോളമായി. ഞാൻ അതൊന്നും ചോദിച്ചില്ലല്ലോ. ഞാനിവിടെ വന്നപ്പോ തമ്പുരാട്ടിയെ പറ്റി കേട്ടു. എന്നാൽ ഇവിടെ വന്ന് ഒന്ന് കാണാമെന്നും പരിചയപ്പെടാമെന്നും വിചാരിച്ചു. അതുകൊണ്ട് വന്നതാണ്. ഏതായാലും സന്ദർഭം തന്നതിന് വളരെ നന്ദി. അപ്പൊ ഞാൻ വരട്ടെ. ഇനിയും സൗകര്യപ്പെട്ടാൽ നമുക്ക് വീണ്ടും കാണാം. കുറുപ്പേ, നല്ലൊരു കുട്ടി. എന്തൊരടക്കം, ഒതുക്കം, വിനയം. എന്റെ കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇതേ പ്രായം കാണുമായിരുന്നു. ചേട്ടാ, ഈ കടലാസ് എവിടെ വയ്ക്കണം? പ്രേതങ്ങൾക്ക് സംസാരിക്കാമോ എന്നൊരു ഫയലുണ്ട്, അതിലേക്ക്. ആരാ? അല്ല, മനസ്സിലായില്ല. എനിക്കും മനസ്സിലായില്ല. എടാ, വീട്ടിൽ കയറി വരുന്നതാണ് ഇങ്ങനെയാണോ ഉത്തരം പറയുന്നത്? വീടും പിന്നെ നിന്ന് പറമ്പാണ്. ആട്ടെ, ഈ കൊട്ടാരവും നിങ്ങളും തമ്മിലുള്ള ബന്ധം? എന്റെ അമ്മായിയമ്മയുടെ വക എന്തോ വേണം? ഞാൻ ആരാണെന്ന് വിചാരിച്ചാണ് സംസാരിക്കുന്നത്? എന്റെ അമ്മായിയപ്പൻ. ഞാൻ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. ഈ കൊട്ടാരത്തിൽ നടന്ന കൊലപാതകത്തെ പറ്റി അന്വേഷിക്കാനാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. എന്റെ കൂടെ എന്റെ ചീഫും. ഷെടാ പണ്ടാറവ എന്നാ ഇത് നേരത്തെ പറഞ്ഞാ പോരായിരുന്നു. ഞാനേ മിസ്റ്റർ മേനവന്റെ അസിസ്റ്റന്റ് ആണ്. എന്റെ പേര് കൃഷ്ണൻകുട്ടി. വേണ്ട, എല്ലാ വിവരങ്ങളും അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഓഹോ, ഒരു കുറ്റാന്വേഷണ ഉദ്യോഗസ്ഥന്റെ സമീപനമായിരിക്കും അല്ലേ? ഇതെന്റെ ഓഫീസർ മിസ്റ്റർ രാജേന്ദ്രൻ. ഇത് മിസ്റ്റർ കൃഷ്ണൻകുട്ടി, ലേറ്റ് മിസ്റ്റർ മേനോന്റെ അസിസ്റ്റന്റ്. നമസ്കാരം. നമസ്കാരം. കുഞ്ഞെ, പോയി ചേച്ചി വിളിച്ചിട്ടുണ്ട്. ഇവിടെ നടന്ന സംഭവങ്ങളെ പറ്റിയൊക്കെ ഞാൻ കേട്ടു. ഐ ഫീൽ റിയലി സോറി. എനിക്ക് എന്റെ യജമാനം നഷ്ടപ്പെട്ടു. പാവപ്പെട്ട ഈ കുട്ടികൾക്ക് അവരുടെ അച്ഛനും. കുറ്റവാളികളെ നമുക്ക് കണ്ടുപിടിക്കാം. നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ ഉണ്ടായിരുന്നാൽ മതി. തീർച്ചയായും. ഇതൊരു വിചിത്രമായ അന്തരീക്ഷം തന്നെ അല്ലേ കുട്ട? അതെ സാർ. മിസ്റ്റർ കൃഷ്ണൻകുട്ടി, സാർ, ഈ വീടും പരിസരങ്ങളും ഒക്കെ ഞങ്ങൾക്ക് സൂക്ഷ്മമായി ഒന്ന് പരിശോധിക്കണം. അതെന്താ? എല്ലാ മുറികളും തുറന്ന് കാണിക്കേണ്ടി വരും. ഞങ്ങൾക്ക് ചില ഗവേഷണങ്ങളും നടത്താൻ. തീർച്ചയായും.
മേനോൻ സാറിന്റെ മക്കളാണ്. ഒരു വലിയ മനുഷ്യന്റെ മക്കൾ. മൈ ഹാർട്ട് ഫെൽ കോണ്ടലൻസ്. കുഞ്ഞുങ്ങൾ വരൂ. കുഞ്ഞിന്റെ പേരെന്താ? മിനി. ചേച്ചിയുടെ പേര് സിന്ധു. വെരി ഗുഡ്. കുഞ്ഞെ, സാറിന് ഈ മുറികളൊക്കെ തുറന്ന് കാണണമെന്ന്. അതിനെന്താ? അകപ്പാടി ഒന്ന് കണ്ടാൽ മതി. ആദ്യമായി ഈ കൊട്ടാരത്തിന്റെ പരിസരങ്ങളൊക്കെ ഒന്ന് കാണാം. നടന്നാട്ടെ. ഞങ്ങളിവിടെ വന്നപ്പോഴേ ഈ മുറികളൊക്കെ തുറന്നു നോക്കി. കാടും പണം പിടിച്ച് കിടക്കുക. മനുഷ്യവാദം ഉണ്ടായിട്ട് എത്ര നാളായി. സൂക്ഷിക്കണം, ഇടജന്തുക്കൾ എന്തെങ്കിലും കാണും. ഉണ്ട്. ഇടക്കിടക്ക് ചില പിള്ളലുകളുണ്ട് കേട്ടോ. അതിനകത്ത് പെരുമ്പാമ്പ് കയറിയിരുന്നാൽ പോലും അറിയത്തില്ല. ഈ മുറിയിലെന്താ? അയ്യോ, അത് ചെറിയ മുറിയാണെന്ന്. ഞങ്ങൾ ചില തട്ടുമുട്ട് സാധനങ്ങളൊക്കെ ഇട്ടു. സാധനങ്ങൾ കേടുവരാൻ നോക്കിയാൽ പോരെ, ഒന്ന് തുറക്കണം. അയ്യോ, അതൊക്കെ സാധനങ്ങൾ കേടുവരാൻ വാരി പതറി ഒരു വാരി വല്ലാതെ. ചേച്ചി എന്ത്? ചേച്ചിയോട് വിറ്റതിക്കൊണ്ടായിരുന്നല്ലോ. അയ്യോ, ഞാൻ കണ്ടില്ല. എന്തത്? ഇത് കുറച്ച് ഏത്തപ്പഴം തമ്പുരാട്ടി തന്നയച്ചു. വിരാട്ടിയുടെ ഏത്തപ്പഴം ഇല്ലയോ? ഓരോന്നും ഞങ്ങളെ തിരുത്ത. അയ്യോ, ഇത് പഴക്കാരില്ല. പച്ച കുത്തയ്ക്കൊന്നും കൊടുക്കണ്ടേ? അയ്യോ, പിന്നെ ആദ്യമായിട്ട് ഇവിടെ വരുന്നവര് എന്തെങ്കിലും തിന്നിരിക്കണം. മുറിഞ്ഞു പോയി. മതി മതി. പോയാ ഞാൻ വന്നപ്പോൾ. ആരായി ഡാൻസ് ചെയ്യുന്നത്? മിസ് ജൂലി ക്ലിയോപാട്ര. ഇത് ഞങ്ങളുടെ പുതിയ കാബറേ നർത്തകി. ഡാൻസ് ചെയ്യുമ്പോൾ വസ്ത്രങ്ങൾ ഉരിഞ്ഞു കളയുമോ? അത് പിന്നെ എന്ത് ഡാൻസ് ആടോ? വലിയ കാബറേ ഡാൻസ്. ഹലോ ഡാർലിംഗ് മിസ് ജൂലി ക്ലിയോപാട്ര, ഈ വേഷം നിനക്കൊട്ടും യോജിക്കുന്നില്ല. Come on, music. 1, 2. നമുക്ക് അല്പം വിസ്കി കഴിക്കാം. Come on. വിസ്കി. അദ്ദേഹം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കുടിക്കരുതെന്ന്. എന്റെ കാശ് കൊടുത്ത് എനിക്ക് കുടിക്കാൻ പാടില്ലെന്നോ? ദൈവത്തെ ഓർത്ത് ചേട്ടനെ അവമാനിക്കരുത്. ഞാൻ അവമാനിക്കൂടാ പട്ടി. അവൻ എവിടെ ഇരുന്നാലും കുത്തി അവന്റെ കുൾ ഞാൻ എടുക്കും. എടാ, ഞാൻ കുടിക്കണോ വേണ്ടോ നിശ്ചയിക്കേണ്ടത് നീയാണോ? എനിക്ക് മദ്യം തരുമെന്ന് പറയാൻ നീയാണടാ പട്ടി. മര്യാദയ്ക്ക് ഇവിടെ കഴിയില്ലെങ്കിൽ നിന്നെ ഈ നിമിഷം ഞാൻ ജയിലിലാക്കും. നീ അത്രയ്ക്കായോടാ? നീ നിന്റെ ജ്യേഷ്ഠനെ അടിക്കാറായോ ശേഖർ? ശേഖർ, നീ നിന്റെ ജ്യേഷ്ഠനെ അടിച്ചുവല്ലേ? അടിച്ച മാത്രമല്ല, നിന്നെ ഞാൻ കൊല്ലുവിടാ. കൊല്ലും. ഇനി മടിക്കുവിടാ. എന്നെ പഠിപ്പിക്കാൻ വന്നിട്ടില്ല. എടാ, ഞാൻ കുടിക്കൂടാ. എന്റെ അവസാനം കുടിക്കൂടാ. നീ ആരാണ് ചോദിക്കാൻ? ഹലോ, പോലീസ് സ്റ്റേഷൻ. ഞാൻ രാജേന്ദ്രനാണ് സംസാരിക്കുന്നത്. ഇൻസ്പെക്ടർ, നിങ്ങൾ ഒന്ന് രണ്ട് പോലീസുകാരുമായി പുറപ്പെട്ട് ഹോട്ടലിലേക്ക് വരൂ. ഇവിടെ വന്ന് എന്റെ അളിയൻ ശേഖർ അറസ്റ്റ് ചെയ്ത് ലാക്കപ്പിലാക്കൂ. കം ഇമ്മീഡിയറ്റ്ലി. വെളുപ്പിള്ളേ, SI 4 കോൺസ്റ്റബിൾസിനെ മിസ്റ്റർ രാജേന്ദ്രൻ താമസിക്കുന്ന ഹോട്ടലിലേക്ക് ഉടനെ അയക്കും. ശരി സാർ. ശേഖർ ഇപ്പൊ ഒന്ന് അടങ്ങിയിട്ടുണ്ട്. ഇനി കുഴപ്പമുണ്ടാക്കുമെന്ന് തോന്നുന്നു. ക്ഷമിക്കും, ഒരു അതിലുണ്ട്. അവനെ ഉടനെ അറസ്റ്റ് ചെയ്ത് ലാക്കപ്പിലാക്കും. ഈ ഹോട്ടലിൽ നിങ്ങൾ സമാധാനം കാണുമല്ലോ. ചോദിക്കാൻ നീ ആരാണ്? ഞാൻ ജീവിതം
കുത്തി നിന്റെ കുടഞ്ഞാഴി കൂടെ പട്ടി നായ കുത്ത ഇത് കൊണ്ടുപോയി എന്റെ ചേട്ടനുണ്ടല്ലോ നിന്റെ യജമാൻ അവന് കൊടുത്തടാ പട്ടി ഇവിടെ ഒരു ചെറിയ വഴക്ക് നടന്നു മാഡം. ഇത് ഹോട്ടൽ ഉടമസ്ഥ മാഡം കൊച്ചാങ്ക് ഫറൂഖ. ഞാൻ സ്റ്റേഷനിൽ വെച്ച് കണ്ടല്ലോ മാഡം. ഇവിടെ ഒരു പോലീസ് ഓഫീസർ താമസിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അനിയൻ ഇവിടെ വന്ന് കുടിച്ച് സ്വല്പം ബഹളം ഉണ്ടാക്കി. അദ്ദേഹം പോലീസിൽ വിളിച്ചു പറഞ്ഞു. പോലീസുകാർ അനിയനെ കൊണ്ടുപോയി. പോലീസ് സ്റ്റേഷൻ. ഹലോ, പോലീസ് സ്റ്റേഷൻ. ഞാൻ രാജേന്ദ്രനാണ് സംസാരിക്കുന്നത്. ശേഖർ എങ്ങനെ ഇരിക്കുന്നു? സമാധാനമായോ? അവൻ കുറച്ച് കൂടുതൽ കുടിച്ചിരുന്നു, അതുകൊണ്ടാണ്. ആഹാരം വല്ലതും കൊടുത്തു? ഏതായാലും അവനെ ലോക്കപ്പിനകത്തുണ്ട്. അവന് കിടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. എന്തൊക്കെയായാലും അവനെന്റെ സഹോദരനായിപ്പോയില്ലേ. അവനെ നാളെ രാവിലെ ഇങ്ങോട്ട് വിട്ടേക്കും. സോറി, താങ്ക് യു. എക്സ്ക്യൂസ് മീ സർ. ഹോട്ടൽ ഉടമ മാഡം കൊച്ചാൻ ഫറൂഖ. ഐ എം വെരി സോറി. ഞാൻ കാരണം ഈ ഹോട്ടലിൽ നിങ്ങൾക്കൊരു അസൗകര്യങ്ങളൊക്കെ ഉണ്ടായി. എന്നോട് ക്ഷമിക്കൂ. താങ്ക് യു മാഡം. നീ എന്താണ് സാറിന്റെ കൂടെ സ്റ്റേഷനിൽ പോകാതിരുന്നത്? അവിടെ നിറച്ച് മൂട്ടിയാണ് സാറ്, ഉറങ്ങാനൊക്കത്തില്ല. ആ എടാ നാറി, പരനാറി. സാറ് ഫോൺ ചെയ്യുന്നു നീ കേട്ടാ? അതാണ് ആ ചോരബന്ധം. നേരാ, കടിച്ചാലും പിടിച്ചാലും ഒടുക്കം വരുമ്പോ മച്ചാനും ഒന്നാവും. നമുക്ക് കിട്ടിയത് മിച്ചം. ഓ, എന്നാ തീരുമാനത്തിന് ഒരു AC റൂം ബുക്ക് ചെയ്ത് തരട്ടെ ഉറങ്ങാൻ. എടാ, പോടാ.